ശ്രീ ആർ വി ബാബു, അതായത് ഈ മെക്സവൻ എന്ന സംവിധാനത്തിന് ജമാഅത്തെ ഇസ്ലാമി ബന്ധം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം ഒക്കെ ആരോപിക്കപ്പെട്ടാൽ വലിയൊരു സംഘം സ്ത്രീകളടക്കം പ്രതിസ്ഥാനത്ത് വരാം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ കൂടുതൽ പേർ കുടുക്കിലാകാം, കുഴപ്പങ്ങളുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ഇനിയും വേണം എങ്കിൽ ആ വാക്ക് പിൻവലിച്ചേ തീരൂ എന്ന് CPM തീരുമാനിച്ചത് കൊണ്ടല്ലേ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കാൻ പി മോഹനൻ ശ്രമിച്ചത്? അല്ല, ഇത് CPM-നെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇപ്പോ ജയരാജ് IS റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ശ്രീ ജെയിംസ് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കേരളത്തില് ഒട്ടനവധി CPM നേതാക്കന്മാര് പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വോട്ടിന്റെ പ്രശ്നം വരുന്ന സമയത്ത് ആൾ ഓഫ് എ സഡൻ അവർ പെട്ടെന്ന് അവര് അഭിപ്രായം മാറ്റും, പാർട്ടി അത് തിരുത്തും. പക്ഷേ ജനങ്ങളുടെ മുമ്പാകെ ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം കേരളത്തില് തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്നതിനോ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ കേരള പോലീസിനെ അനുവദിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇപ്പോ 13 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ TJ ജോസഫിന്റെ കൈവെട്ട് കേസിലെ പ്രതി കണ്ണൂരിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. സവാദ് അയാളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ അയാൾക്ക് ഒളിച്ചു താമസിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ സകല അന്വേഷണവും നടത്തി. അപ്പൊ അങ്ങനെ അന്വേഷിപ്പിക്കാൻ ഒളിച്ചു താമസിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റൌഫിന്റെ, അതായത് നമ്മുടെ സിദ്ദിഖാപ്പന്റെ സഹായിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഹാത്രാസിലെ കലാപത്തിന്റെ ആസൂത്രകനായിട്ടുള്ള KP കമാൽ, അയാൾ മലപ്പുറം ജില്ലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് അല്ല, അയാൾ അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഏജൻസികളാണ്. അപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ കൊണ്ടാണ് കേരളത്തിലെ തീവ്രവാദ കേസുകൾ പുറത്തു വരുന്നത്, പലരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത ദിവസമാണ് പുറത്തു വന്നൊരു വാർത്ത. മറ്റു പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും എത്ര കണ്ടത് കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 13,000-ഓളം പേര് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള, അതായത് സിംഗപ്പൂരിലും അതേപോലെ അറബ് രാജ്യങ്ങളിലുമായിട്ട് കഴിയുന്ന 13,000-ഓളം പേര് പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകി സഹായിക്കുന്നു. അതിൽ 10,000 പേര് മലയാളികളാണ്. 10,000 പേരും മലയാളികളായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് ED NIA ഏൽപ്പിക്കുന്നു. ഇത് നമ്മൾ കണ്ടു. ഇപ്പൊ ഇങ്ങനെ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെടുന്നതിന് മുൻപായിട്ട് തന്നെ പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകര് അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടിനെ സഹായിക്കുന്നവര് വിദേശങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് പൈസ അയക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്നു. അപ്പോ അത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിലെ ഒരു സാമ്പത്തിക അന്വേഷണ വിഭാഗമോ ശരിയാണ്, ഗുരുതരമായ ഒരു പ്രശ്നമാണ്. 13,000 മലയാളികളാണ് ഗൾഫിൽ ഇരുന്ന് PFIക്ക് ഫണ്ട് കൈമാറിയത്. കേരളത്തിൽ വന്നാൽ ഉടൻ NIA തൂക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് ബന്ധുക്കളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പലരും ചെയ്യുന്നത്. ഏതായാലും തുടങ്ങുന്നിടത്ത് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ NIA അടക്കം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ CPM പോലുള്ള സംഘടനകൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ, മെക്സവൻ പോലുള്ള സംവിധാനങ്ങളെ തെറ്റാണെന്നറിഞ്ഞിട്ടും പിന്തുണച്ച് കൂടെ നിന്ന് വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നത് എത്രമേൽ തെറ്റെന്ന ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ അരമണിക്കൂറിൽ ചർച്ച ചെയ്തത്.